നമസ്കാരം. പ്രധാന വാർത്തകൾ. മൂന്നാനക്കുഴിയിൽ വീണത് 2 വയസ്സുള്ള പെൺകടുവ. തള്ളക്കടുവ സമീപത്തുണ്ടാവാൻ സാധ്യത. മൂന്നാനക്കുഴിയിൽ കിണറ്റിൽ വീണത് 2 വയസ്സുള്ള പെൺകടുവയെന്ന് വനം വകുപ്പ്. മയക്കുവെടി വെച്ച് രക്ഷപ്പെടുത്തിയ കടുവയെ കുപ്പാടിയിലെ പരിചരണ കേന്ദ്രത്തിലെത്തിച്ച് വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. കുട്ടിക്കടുവയുടെ കാലിന് പരിക്കുണ്ട്. തള്ളക്കടുവ സമീപത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. പുനരധിവാസം സംബന്ധിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തീരുമാനമെടുക്കും. യൂക്കാലിക്കവല കാക്കനാട് വീട്ടിൽ ശ്രീനാഥിന്റെ വീട്ടിലെ കിണറ്റിലാണ് കടുവ വീണത്. കഴിഞ്ഞ ദിവസം രാവിലെ ടാങ്കിലേക്ക് വെള്ളമടിക്കാൻ ശ്രമിച്ചപ്പോൾ മോട്ടോർ പ്രവർത്തിച്ചില്ല. രാവിലെ വന്ന് കിണർ നോക്കിയപ്പോൾ ഞെട്ടി. അതാ കിടക്കുന്നു കടുവ. ഇര തേടിയുള്ള വരവിൽ വീണതാകാമെന്നാണ് സംശയം. മയക്കുവെടി കൊണ്ടാൽ വെള്ളത്തിൽ വീഴാത്ത വിധം ക്രമീകരണം ഏർപ്പെടുത്തി. കടുവ പരിഭ്രാന്ത ആവാതിരിക്കാൻ മുൻകരുതലെടുത്തു. ഒടുവിൽ 1 മണിയോടെ കടുവയെ വലയിലാക്കി മയക്കുവെടി വെച്ചു. ഈ വർഷം വനംവകുപ്പിന് കിട്ടുന്ന 4ാമത്തെ കടുവയാണിത്. കൊല്ലാൻ നേരത്തെ ഉറപ്പിച്ചിരുന്നു. എല്ലാത്തിനും കാരണം പ്രണയം നിരസിച്ച പകയെന്ന് ഷാഹുൽ. മൂവാറ്റുപുഴ ജനറാശുപത്രിയിൽ വെച്ച് യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയത് പ്രണയം നിരസിച്ചത് മൂലമുണ്ടായ പക കാരണമെന്ന് പ്രതി ഷാഹുൽ അലി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി മൂവാറ്റുപുഴയിൽ എത്തിച്ചപ്പോഴായിരുന്നു പ്രതിയുടെ ഈ മൊഴി. ഷാഹുൽ അലിയെ കുറ്റകൃത്യം സംഭവിച്ച ആശുപത്രിയിലും കത്തി വാങ്ങിയ കടയിലും എത്തിച്ച് തെളിവെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഷാഹുൽ അലി പലതവണ സിംനയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. എന്നാൽ യുവതി അതെല്ലാം നിരസിച്ചു. പിന്നീട് സിംനയ്ക്ക് മറ്റാരുമായോ ബന്ധമുണ്ടെന്ന സംശയമുണ്ടായി. ഇതെല്ലാമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രതി ഷാഹുൽ അലി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴി. ഞായറാഴ്ച സിംനയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചിരുന്നു. സിംന ആശുപത്രിയിലെത്തിയെന്ന് ഉറപ്പായതോടെയാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. കൊലപ്പെടുത്തിയത് എങ്ങനെയെന്നും രക്ഷപ്പെട്ട രീതിയുമൊക്കെ ആശുപത്രിയിലെത്തിച്ച് തെളിവെടുത്തപ്പോൾ ഷാഹുൽ അലി വിവരിച്ചു. സിംനയെ കുത്താൻ ഉപയോഗിച്ച കത്തി വാങ്ങിയ കടയിലും വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തുമെല്ലാം പ്രതിയെ എത്തിച്ച് പോലീസ് തെളിവെടുത്തു. സിംനയെ കുത്തി കൊലപ്പെടുത്തിയതിനിടെ ഷാഹുലിന്റെ കൈകൾക്ക് പരിക്കേറ്റിരുന്നു. മുറിഞ്ഞ ഞരമ്പുകൾ തുന്നിച്ചേർക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ഉടൻ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് ഷാഹുൽ അലിയെ മൂവാറ്റുപുഴയിൽ എത്തിച്ച് തെളിവെടുക്കുകയായിരുന്നു. തെളിവെടുപ്പിനും വിശദമായ ചോദ്യം ചെയ്യലിനും ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഉംറയ്ക്കിടെ മക്കയിൽ കാണാതായ മലയാളി തീർത്ഥാടകയെ കണ്ടെത്തി. ഉംറ നിർവഹിക്കുന്നതിനിടെ മക്കയിൽ കാണാതായ മലയാളി തീർത്ഥാടകയെ കണ്ടെത്തി. മാർച്ച് 31 മുതൽ കാണാതായ എറണാകുളം വാഴക്കാല തുരുത്തേപ്പറമ്പ് സ്വദേശി മറിയം നസീറിനെയാണ് മസ്ജിദുൽ വെച്ച് തന്നെ കണ്ടെത്തിയത്. ബുധനാഴ്ചയാണ് ഇവരെ കണ്ടെത്തിയത്. മാർച്ച് 31 റിയാദിലുള്ള മകൻ മനാസ് അൽ ബുഹാരിയെ വിളിച്ച് താൻ ഖുറാൻ പാരായണത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ ഓഫാക്കുകയായിരുന്നത്രേ. പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ ഓഫായിരുന്നു. തുടർന്ന് ഇവരെ അന്വേഷിച്ച് റിയാദിൽ നിന്ന് മകൻ മക്കയിലെത്തിയിരുന്നു. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ എയർപോർട്ടിൽ വെച്ച് പിടികൂടി. പോളണ്ടിൽ ജോലി വാഗ്ദാനം ചെയ്ത വയനാട് സ്വദേശികളിൽ നിന്ന് 3 ലക്ഷം രൂപ തട്ടിയ കേസിൽ തൃശൂർ സ്വദേശിയെ ആലപ്പുഴ പോലീസ് പിടികൂടി. സിവിൻ കെ വർഗീസിനെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് വിദേശത്തായിരുന്ന പ്രതി തിരികെ നാട്ടിലെത്തി തിരിച്ചു പോകുമ്പോൾ പിടിയിലാകുന്നത്. തലപ്പുഴ പേരിയ സ്വദേശിയായ മധ്യവയസ്കന്റെയും ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. 2023 ഓഗസ്റ്റിലാണ് സംഭവം. ജോലി വാഗ്ദാനം ചെയ്ത തലപ്പുഴ പേരിയ സ്വദേശിയിൽ നിന്ന് 2,50,622 രൂപയും ഇയാളുടെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് 50,000 രൂപയും പലതവണകളായി സിബിൻ കെ വർഗീസ് വാങ്ങിയെങ്കിലും ജോലി തരപ്പെടുത്തി കൊടുക്കുകയോ വാങ്ങിയ തുക തിരികെ കൊടുക്കുകയോ ചെയ്തില്ല എന്നാണ് പരാതി. ഇൻസ്പെക്ടർ SH KP ശ്രീഹരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. കരവന്നൂർ കേസിൽ നടപടിയെടുത്തില്ലെങ്കിൽ EDയിൽ വിശ്വാസമില്ലാതാകും. സുരേഷ് ഗോപി. കരവന്നൂരിലേത് ജനങ്ങളുടെ ചോര നീരാക്കിയ പണമല്ല, ചോരപ്പണമാണെന്ന് തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു. അത് കവർന്നവർക്കെതിരെ ED നടപടിയെടുത്തില്ലെങ്കിൽ EDയിൽ വിശ്വാസമില്ലാതാവും. ജനങ്ങൾ ഉലയാതിരിക്കാനാണ് ED അവരുടെ ജോലി ചെയ്യട്ടെ, അവരെ ജോലി ചെയ്യാൻ അനുവദിക്കണം, സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം കരവന്നൂരിലെ ED നടപടിയിൽ CPMഉം BJPയും തമ്മിൽ ഡീലുണ്ടെന്ന് K മുരളീധരൻ ആരോപിച്ചു. തൃശൂർ തിരുവനന്തപുരം സീറ്റ് സംബന്ധിച്ചാണ് ഡീൽ. ആ ഡീൽ താൻ ഭയപ്പെടുന്നില്ല. പുറത്തു കാണിക്കുന്ന ഭയമൊന്നും CPM നേതാക്കൾക്ക് അകത്തില്ലെന്നും മുരളീധരൻ പറഞ്ഞു. കരുവന്നൂർ കേസിൽ ED ചോദ്യം ചെയ്യലിനായി മുൻ MP PK ബിജു ഇന്ന് ഹാജരായേക്കില്ല.
രാവിലെ 11 മണിക്ക് കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് ഇ ഡി നൽകിയ നിർദ്ദേശം. എന്നാൽ ഹാജരാകുമോ എന്നതിൽ പി കെ ബിജു ഇതുവരെ അറിയിപ്പൊന്നും നൽകിയിട്ടില്ല എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത്.